ഹലോ ഗായ്സ്, മിനാർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട് ദം ബിരിയാണിയാണ്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി നന്നായി അരച്ചെടുക്കുക. മല്ലിത്തള, പുതിന, സവാള, തക്കാളി. വെളിച്ചെണ്ണ, നെയ്യ്, തൈര്, ചിക്കൻ. ഇതിന് വേണ്ടിയത് ജീരകശാല ബിരിയാണി അരി. ഒരു പാനിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇട്ട് കൊടുക്കുക. ഗ്രേവിയിലേക്ക് വെച്ച മസാല അല്പം ഇതിലേക്ക് ആഡ് ചെയ്യുക. പുതിനയും മല്ലിത്തളയും ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ നെയ്യും വെളിച്ചെണ്ണയും ആഡ് ചെയ്യുക. ഒരു ചട്ടിയിലേക്ക് സവാള, തക്കാളി, മല്ലിത്തള, പുതിന, അരച്ച് വെച്ച് പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ഇടുക. തൈര് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യുക. നാരങ്ങനീര് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യുക. ഗരം മസാല, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ഈ സമയം കൊണ്ട് സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഫ്രൈ ചെയ്തെടുക്കുക. വെള്ളം തിളച്ച് വന്നതിലേക്ക് നമുക്ക് അല്പം അരി ആഡ് ചെയ്യുക. വെള്ളം ഒന്ന് വറ്റുന്ന വരെ അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം ഒന്ന് അല്പം വറ്റിയ ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെക്കുക. ചോറ് 3/4 വേവ് ആയ ശേഷം നമുക്ക് മാറ്റി വെക്കുക. ദമ്മിടുന്ന പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക.
ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ചോറ് എടുത്ത് വെക്കുക. ചോറ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കി വെക്കുക. ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഗരം മസാല ആഡ് ചെയ്യുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നെയ്യും ആഡ് ചെയ്യുക. കുറച്ച് മല്ലിത്തളയും പുതിനയും ഇടുക. ഇതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ പോലെ ഗരം മസാല, സവോള, മല്ലിത്തള, പുതിന ഇടുക. നെയ്യ് ഒഴിച്ച് ദമ്മ് ചെയ്യാൻ വെക്കുക. ഇനി 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ദമ്മ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമ്മളെ ദം ബിരിയാണി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ബിരിയാണി ആണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.